TG അമേരിക്ക ഇറാനെ ആക്രമിക്കുമെന്നുള്ള ഘട്ടത്തിലാണിപ്പോൾ. അതായത് ഇന്ത്യൻ നാഷണൽസിനോട് അവിടുന്ന് പോരാൻ പറഞ്ഞു. പിന്നെ അങ്ങനെ ഒരു മൊത്തത്തിൽ വിമാനങ്ങൾ, പോർ വിമാനങ്ങളെല്ലാം ചുറ്റും പറക്കുന്നു. അമേരിക്കയുടെ ബേസിൽ നിന്ന് ആളെ ഒഴിപ്പിക്കുന്നു. അങ്ങനെയൊക്കെ കാര്യമായ നീക്കങ്ങളാണ് നടക്കുന്നത്. അമേരിക്കയുടെ 2 ചത്തുപോയ പ്രസിഡന്റുമാർ കടലിൽ കിടക്കും. അതെ അതെ അതെ. ജെറാൾഡ് ഫോർഡും എബ്രഹാം ലിങ്കണും കടലിൽ ശവം ഒഴുകി നടക്കുന്ന പോലെ. അതെ. ജെറാൾഡ് ഫോർഡ് ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലാണ് പോലും. അത് ജിബ്രാൾട്ടർ കടലിടുക്കിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെയ്യണ്ടേ? ഈ മറ്റേ നെടുമുടി വേണു ഇപ്പോൾ പൊട്ടിക്കൂ എന്ന് പറഞ്ഞ പോലെ ഒന്നും ചെയ്യുന്നില്ല. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇറാൻ്റെ കൗണ്ടർ ത്രെറ്റ് ഭയങ്കരമാണ്. ഇറാൻ പറഞ്ഞിരിക്കുന്നത് എന്താ, ഞങ്ങളെ തൊട്ടാൽ ഞങ്ങൾ അമേരിക്കൻ ബേസസ് തകർക്കും. ഗൾഫ് കൺട്രീസിലുള്ള സൗദി അറേബ്യയിൽ ബേസ് എത്ര ഉണ്ടെന്നറിയാമോ? ആ മാപ്പൊന്ന് വായുത്തെടുത്ത് നോക്കണം. ആ അമേരിക്കൻ ബേസ് റെഡ് മാർക്കിലായിട്ട് സൗദി അറേബ്യയെ എൻസർക്കിൾ ചെയ്തിരിക്കുകയാണ്. UAE ഒരു 75% എൻസർക്കിൾ ചെയ്തിരിക്കുകയാണ്. ഖത്തറിൽ അമേരിക്കൻ ബേസ് കാരണം അവിടുത്തുകാർക്ക് താമസിക്കാൻ വേറെ സ്ഥലം നോക്കേണ്ട ഗതികേടാണ്. അത്ര വലിയ ബേസ്, ഏറ്റവും വലിയ ബേസ് ഖത്തറിലാണ്. ഒമാൻ, ഇവിടെ എല്ലാ അമേരിക്കൻ ബേസുണ്ട്. ഇവിടത്തേക്ക് ആ മനുഷ്യൻ്റെ കയ്യിൽ ആ ഖമനേയി ഉണ്ടല്ലോ, ഇയാൾക്ക് പ്രാന്താണെങ്കിൽ അയാൾക്ക് മൂച്ചിപ്രാന്താണ്. പാലക്കാട് ഭാഗത്ത് മൂച്ചിപ്രാന്തെന്ന് പറയും, ഇച്ചിരി കൂടിയ അങ്ങനെ. അതാണ് ഖമനേയി. ഇയാളിത് ചവറ് പോലെ എടുത്തങ്ങോട്ട് ഹൈപ്പർസോണിക് മിസൈൽ അടിക്കും. ആരുടെ തലയിൽ വീഴുന്നൊന്നും പറയാൻ പറ്റില്ല. ബേസ് മാത്രം നോക്കിയിട്ടൊക്കെ മിസൈൽ അയക്കാൻ പറ്റുമോ? അതും ഖമനേയിക്ക് എടുത്തങ്ങ് കാണിച്ചിട്ട് കംപ്ലീറ്റ് ഗൾഫ് കുളമായി പോകും. എണ്ണക്കിണറുകൾക്ക് തീ പിടിച്ചാലത്തെ സ്ഥിതി എന്താ? കാരണം ഖമനേയിക്ക് ഇനി മുൻപിൻ നോക്കാനൊന്നുമില്ല, സർവ്വതും നഷ്ടപ്പെട്ട് നിൽക്കുക. അപ്പോൾ പിന്നെ ഖമനേയിക്ക് ഇനി അതിനും പിന്നാലെ വരുന്ന തലമുറ എങ്ങനെ കഴിയും? അവർക്ക് ഉപയോഗിക്കാനുള്ള എണ്ണയല്ലേ, അതിന് നമ്മൾ തീ വയ്ക്കാമോ? എന്ത് തേങ്ങ എടുത്തിടാമെന്ന് പറയും. ഇതാണ് അമേരിക്കയുടെ പേടി. ഡയറക്റ്റ് ഖമനേയി ഡെമോൺസ്ട്രേറ്റ് ചെയ്യാണ് ട്രംപിൻ്റെ അടുത്ത്. താനീ പ്രാന്ത് അഭിനയിക്കുകയല്ലേ ചെയ്യുന്നത്, എനിക്ക് റിയൽ പ്രാന്താണ്, തന്നേക്കാൾ വലിയ പ്രാന്തനാണ് ഞാൻ. എന്ത് ചെയ്യും? ഈ കപ്പൽ ഇറക്കി വിടുകയും ചെയ്തു.